ഹരേ കൃഷ്ണ. എല്ലാവർക്കും രാധേ ജഗന്നാഥിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഭഗവാന്റെ ഗോലോകധാമം. അതിലത്തെ കുഞ്ച്, നികുഞ്ച്, നിഭൃത്, നികുഞ്ച്, ഈ മൂന്ന്. കുഞ്ച് പറഞ്ഞാൽ ഫോറസ്റ്റാണ്, അതുപോലെ കാട്. അതുതന്നെ ഭഗവാന്റെ ലോകം പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? നമ്മുടെ ഇവിടുത്തെ കാട് പോലെയല്ല, നല്ല സൗന്ദര്യമുള്ളത്, നമ്മളുടെ മനസ്സിനെ മോഹിപ്പിക്കുന്ന തരത്തിലുള്ള വനമാണ്, കാടാണ്, കുഞ്ചമാണ്. അതാണ് ഭഗവാന്റെ ഗോലോകത്തെ എന്താണ് കുഞ്ച്, നികുഞ്ച്, നിഭൃത് നികുഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഞാൻ പറയാൻ പോകുന്നത്, ആദ്യം ഈ എല്ലാ ലെവൽസ് ഞാൻ പറഞ്ഞുതരാം. ഒരു ആനന്ദം പറഞ്ഞു പറഞ്ഞാൽ ഭഗവാൻ തന്നെയാണ് ആനന്ദം. ഭഗവാന്റെ ശരീരം മൊത്തം ആനന്ദമാണ്. ആനന്ദത്തിൻ്റെ രൂപമാണ് ഭഗവാൻ. ഭഗവാനാണ് ആനന്ദം. ആനന്ദം പറഞ്ഞു പറഞ്ഞാൽ നമ്മുടെ സംതൃപ്തി. നമുക്ക് ഒരു സാധാരണ ഒരു മനുഷ്യനെ ഒരു സാധനം വേണം, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ വയ്ക്കുക, നമുക്കൊരു കാറ് മേടിക്കണം എന്നുണ്ടാവും. നമ്മളൊരു കാറ് മേടിക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടി. ഒരു മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 1 വർഷം കഴിഞ്ഞു, നമുക്ക് ആ കാറിനോടുള്ള അന്ന് ഫസ്റ്റ് ടൈം കിട്ടിയ ആ സന്തോഷം കമ്മിയായിട്ട് പോവാണ്. നമുക്കതിൽ അതേ സന്തോഷത്തിൻ്റെ ആ ലെവലിലല്ല നമ്മൾ നിൽക്കണം. പിന്നെ നമ്മൾ അടുത്തത് നോക്കും, അതിനെക്കാട്ടിലും ഹൈ ക്വാളിറ്റി, നല്ല അതിനെക്കാട്ടിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വണ്ടീനെ നോക്കും. അതുപോലെ ഒരു വാഹനപ്രേമിയുടെ കാര്യമാണ് പറയുന്നത്. അതേപോലെ തന്നെയാണ് എല്ലാ കാര്യത്തിലും. നമുക്കൊരു ഭക്ഷണം ആവട്ടെ, നമ്മൾ ഫസ്റ്റ് ടൈം ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, നമ്മുടെ നല്ല വിശന്നിരിക്കുമ്പോൾ കഴിക്കുമ്പോൾ, പിന്നെ കുറച്ച് നേരം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ടേസ്റ്റും മാറും, നമ്മുടെ വിശപ്പിൻ്റെ ആ ഒരു തീവ്രതയും മാറും. അപ്പോൾ ആ ഒരു സുഖം എപ്പോഴും അതേ ലെവലിലല്ല നിൽക്കണം. പക്ഷെ ഭഗവാന്റെ അടുത്ത് ആ സുഖം എപ്പോഴും ലെവലല്ല, ആ ലെവലിൽ നിന്ന് എപ്പോഴും ഹൈ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. നമുക്ക് ഒരിക്കലും അതിൽ ഒരു അസംതൃപ്തി തോന്നില്ല. ഭഗവാനെ കിട്ടിയ പറഞ്ഞാൽ ആനന്ദമയമാണ്. ഭഗവാൻ തന്നെ ആനന്ദമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ആനന്ദത്തിൽ നിന്ന് വന്നതാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ജീവജാലങ്ങളും ആ ഒരു ആനന്ദത്തിനെ തേടി നടക്കണം. പക്ഷെ അതൊക്കെ നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാണ്? നമ്മുടെ സാമാന്യ മെറ്റീരിയൽ സംസാരത്തിൽ ഓരോ വസ്തുക്കളിൽ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. അതിലാണ് അവർ സന്തോഷം തേടുന്നത്. പക്ഷെ നമ്മൾ ശരീരമല്ല, ആത്മാവാണ്. ആത്മാവിൻ്റെ സന്തോഷം എപ്പോഴാണ് നമുക്ക് കിട്ടുക? ഭഗവാനിൽ എത്തുമ്പോൾ. അപ്പോൾ അതാണ് ആനന്ദത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഭഗവാൻ തന്നെയാണ് ആനന്ദം. അപ്പോൾ ഒരു മനുഷ്യന് ഒരു ഭൂമിയിലത്തെ തന്നെ അധിപതിയായി മാറി എന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു സുഖത്തിനെയും കാട്ടിലും എത്രയേ കോടി സുഖമാണ് അതുപോലെ മൃത്യുലോകത്തെ ഒരു അധിപതിയായിട്ട്, ഒരു രാജാവായിട്ട് മാറി വിചാരിച്ചാൽ എല്ലാ പ്രജകളും ഒക്കെ അവരോട് ഫേവറബിളാണ്. അങ്ങനത്തെ ഒരു രാജാവ്. ആ രാജാവിന് ഇതിനെക്കാട്ടിലും കൂടുതലുള്ള സുഖം വേണം നോക്കുക. അതിനെക്കാട്ടിലും കൂടുതലുള്ള സുഖം എവിടെയാണ്? ഗന്ധർവ ലോകത്തിലാണ്. അതിൻ്റെ 100 ഇരട്ടി സുഖം എവിടെയാണ്? ദേവഗന്ധർവ ലോകത്താണ്. അതിൻ്റെ കൂടുതൽ സുഖം എവിടെയാണ്? പിതൃലോകത്താണ്. അതിൻ്റെയും കൂടുതൽ സുഖം എവിടെയാണ്? അജാനജ ദേവലോകത്താണ്. അതിൻ്റെ ഹൈ ലെവലിലുള്ള സുഖമാണ് കർമ്മദേവലോകത്ത്. അതിൻ്റെ ഹൈ ലെവൽ സുഖമാണ് നിത്യദേവലോകത്തിൽ. അതിൻ്റെ ഹൈ ഡബിൾ ഇരട്ടി സുഖം എവിടെയാണ്? ഇന്ദ്രലോകത്ത്. അതിൻ്റെയും കൂടുതൽ സുഖം എവിടെയാണ്? ബൃഹസ്പതി ലോകത്തിൽ. അതിൻ്റെയും കൂടുതൽ സുഖം എവിടെയാണ്? പ്രജാപതി ലോകത്തിൽ. അതിൻ്റെയും ഇരട്ടി സുഖം എവിടെയാണ്? ബ്രഹ്മലോകത്തിൽ ആണ് ഏറ്റവും ടോപ്പിൽ സുഖം കിട്ടുന്നത്. പക്ഷേ ഈ ബ്രഹ്മലോകം വേറെ ഉള്ള സുഖമൊക്കെ മായയുടെ ഉള്ളിൽ പെട്ടതാണ്. അത് പറഞ്ഞാൽ അത് മായയിൽ പെട്ടതാന്ന് പറഞ്ഞാൽ അത് സ്ഥിരമല്ല. ആ ആനന്ദത്തിൻ്റെ ആ ആനന്ദം കിട്ടിയാലും നമ്മൾ തൃപ്തിപ്പെടില്ല. നമ്മൾ ബ്രഹ്മലോകത്തെ ആനന്ദത്തിൻ്റെ അവിടെ, അല്ലെങ്കിൽ ബ്രഹ്മലോകം വരെ എത്തിയാലും പിന്നെയും നമ്മൾ ആ ആനന്ദത്തിന് വേണ്ടിയിട്ട്, നമ്മൾ ഓരോ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഈ ജന്മ മൃത്യു ചക്രത്തിൽ പെട്ടുകൊണ്ട് നമ്മളിരിക്കും. നമ്മൾ ബ്രഹ്മലോകം വരെ എത്തിയാലും നമുക്ക് ആ ആനന്ദം കിട്ടില്ല. അത് വേറെ മായാലോകമാണ്. മായാലോകം പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ
ഓരോ ഇന്ദ്രിയ സുഖങ്ങൾ, മനസ്സിൻ്റെ സുഖങ്ങൾ, അതിനു വേണ്ടിയിട്ട് നമ്മൾ ചുറ്റിത്തിരിഞ്ഞ് ആ വട്ടത്തിൽ, ആ ചക്രത്തിൽ നടന്നുകൊണ്ടിരിക്കും എന്നർത്ഥം. ഇനി അതിൻ്റെ ഹൈ ലെവൽ സുഖം കിട്ടണം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് മുക്തി അല്ലെങ്കിൽ മോക്ഷം. അപ്പം അതിലെന്താണ് നമ്മൾ നിർഗുണം നിരാകാരമായ ബ്രഹ്മത്തിൽ ലയിച്ചു പോവാണ്. അപ്പോൾ നമ്മൾ ആ പരബ്രഹ്മത്തിൽ ലയിക്കുകയാണ്. നമുക്ക് എന്താ പറയുക, മോക്ഷം എന്ന് പറയില്ലേ, ആ ഒരു സ്റ്റേജാണ്. അപ്പോൾ അതിൽ ആ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമ്മുടെ മനസ്സില്ല, ബുദ്ധിയില്ല, അഹങ്കാരമില്ല, ഇന്ദ്രിയങ്ങളുമില്ല. ഈ 4 എണ്ണവും നമ്മൾ ഡിഫീറ്റ് ചെയ്തിട്ട് ഇതൊന്നുമില്ലാതെ അങ്ങനെ ബ്രഹ്മത്തിൽ ലയിക്കുകയാണ്. അതിനെയാണ് മുക്തി എന്ന് പറയുക. അതുപോലെ നമുക്ക് സുഖം എന്താണെന്ന് അറിയില്ല, ദുഃഖം എന്താണെന്ന് അറിയാത്ത ഒരു അവസ്ഥ. എന്താ വെച്ചാൽ നമുക്ക് മനസ്സില്ല, ബുദ്ധിയില്ല, ഇന്ദ്രിയങ്ങളില്ല. ആ ലെവൽ, ആ നിർഗുണ നിർവികാര നിരാകാര ബ്രഹ്മത്തിൽ എത്തേണ്ടതാണ് മോക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളില്ല. അപ്പോൾ നമുക്ക് എന്താണ്, ആനന്ദത്തിൽ ലയിക്കുകയാണ്. പക്ഷെ നമുക്ക് ആ ആനന്ദം അനുഭവിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? നമ്മുടെ മനസ്സില്ല, ബുദ്ധിയില്ല, ഇന്ദ്രിയങ്ങൾ ഇല്ല. ഇനി ഇതിൻ്റെ അപ്പുറത്താണ് സഗുണ സാകാര പരമാത്മാവിൻ്റെ ആ പ്രേമാനന്ദ ലോകം. അതാണ് നമ്മൾ ആ പരബ്രഹ്മത്തിനെ ഒരു രൂപമായിട്ട് കാണും. അപ്പോൾ അതിൽ നമ്മൾ എന്താണ്, ഇതൊക്കെ ഈ ആനന്ദത്തിന് അവിടെ നമ്മുടെ മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും ദിവ്യമായി മാറും. അത് ഈ ഭക്തിയിലൂടെ പോയാൽ മാത്രമേ അത് കിട്ടുള്ളൂ. എന്താ വെച്ചാൽ പരബ്രഹ്മത്തിനെ നമ്മളൊരു ആകാരം കൊടുത്തിരിക്കുകയാണ്, ഒരു ഇത് കൊടുത്തിരിക്കുക. അപ്പം നമുക്ക് ഭഗവാനെ കാണാം, ഭഗവാനെ സ്നേഹിക്കാം. ഭഗവാൻ ഇങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് സന്തോഷം, ഭഗവാൻ ഇങ്ങോട്ട് സ്നേഹിക്കുമ്പോൾ നമുക്ക് സന്തോഷം. അത് അനുഭവിക്കാൻ കിട്ടും. എന്താ വെച്ചാൽ നമ്മുടെ മനസ്സും ബുദ്ധി ഇന്ദ്രിയങ്ങളും ഭഗവാൻ ദിവ്യമായി മാറ്റിയത്. മായാതീതമായിട്ട് മാറും. നമ്മുടെ ശരീരവും ഇതൊക്കെ ദിവ്യമാവും. മായയിൽ പഞ്ചഭൂതങ്ങളിൽ ഉള്ള ശരീരമായിരിക്കില്ല നമ്മുടെ. ഇപ്പോൾ ദേവന്മാരുടെ ശരീരം കൂടി പഞ്ചഭൂത തത്വത്തിനെ കൊണ്ടുള്ളതായിരിക്കില്ല. അതിൻ്റെ ചിലപ്പോൾ എന്താണ് ഭൂമി തത്വവും ജലതത്വവും ഇല്ലാതെ അഗ്നിയും, അത് തേജ തത്വത്തിൽ അഗ്നി, വായും ആകാശവും കൂടിയിട്ടുള്ളതിൻ്റെ ഇവൻ്റെ ആ റേഷ്യോ ആകാശത്തിൻ്റെ റേഷ്യോ ചിലപ്പോൾ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരു ശരീരമായിരിക്കും, 3 തത്വത്തിനുള്ള ശരീരമായിരിക്കും. അതിൻ്റെ ദിവ്യ ശരീരമാണ്. പക്ഷെ അതൊക്കെ മായയിൽപ്പെട്ട ശരീരമായിട്ടാണ് കാണുക. അപ്പോൾ അതൊക്കെ ആ ശരീരങ്ങൾ, അതുപോലെ ബ്രഹ്മലോകം വേറെ ഒരു ജീവാത്മാവിന് കിട്ടുന്ന ശരീരം ഒക്കെ മായയിൽ ഉള്ള ശരീരമായിരിക്കും. അതിൻ്റെ അപ്പുറം നമ്മൾ മുക്തി കിട്ടും. മുക്തി അല്ലെങ്കിൽ മോക്ഷം കിട്ടുമ്പോൾ നമുക്ക് ആനന്ദം എന്താണെന്ന് അറിയില്ല. നമ്മൾ ആനന്ദത്തിൽ ലയിച്ചു പോവുകയാണ്, നമ്മൾ ആനന്ദമായി മാറണം. പക്ഷെ അത് അനുഭവിക്കാൻ, ആനന്ദം എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ല. എന്താ വെച്ചാൽ നമ്മുടെ മനസ്സും ബുദ്ധിയും ഇന്ദ്രിയും അതിൽ ലയിച്ചു പോയി, നമ്മൾ അതിൽ ഇല്ലാതെ ആയിപ്പോയി, ബ്രഹ്മമായി തീർന്നു പോയി. പക്ഷെ അത് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ രൂപം സഗുണം സാകാരമായ രൂപമായ നാരായണനെയാണ് ഒരാൾ പ്രാർത്ഥിക്കണമെന്ന് വെച്ചു എവിടെ പോവും? വൈകുണ്ഠധാമത്തിൽ പോവും. അതിൻ്റെ അപ്പർ ലെയറിൽ ദ്വാരികാപുരിയിൽ പോവും. അതിൻ്റെ അപ്പർ ലെയർ മധുരാപുരിയിൽ പോവും. അതുപോലെ അതിൻ്റെ പരവ്യോമ ലോകമുണ്ട്. ആ ലോകത്തിൽ മായ കടക്കില്ല. അപ്പോൾ ആ ലോകം ആണ്, ദ്വാരികാപുരി ഉണ്ടാവും, മധുരാപുരി ഉണ്ടാവും, വൈകുണ്ഠം ഉണ്ടാവും, സാങ്കേത ലോകം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുണ്ട്. അതിൻ്റെ ഈ വൈകുണ്ഠത്തിൻ്റെ ഉത്തരഭാഗത്തിലായിട്ടാണ് ഗോലോകധാമം ഉള്ളത്. അപ്പോൾ ഗോലോകധാമത്തിൽ തന്നെ പല സ്റ്റേജസ് ഉണ്ട്. ഗോലോകധാമത്തിൽ ബ്രജരസമുണ്ട്, വൃന്ദാവനമുണ്ട്, കുഞ്ചമുണ്ട്, നികുഞ്ചമുണ്ട്, നികുഞ്ചമുണ്ട്. അപ്പോൾ ഈ 5 എണ്ണം ഉണ്ട്. അപ്പോൾ ഈ ഗോലോകധാമത്തിൽ ബ്രജഭൂമിയിൽ, അതുപോലെ ഗോലോകധാമത്തിൽ എത്തുമ്പോൾ ഭഗവാനെ ചിലവർ മകനായിട്ട് സ്നേഹിക്കും, അച്ഛനമ്മയായിട്ടായിരിക്കും അവർ ഭഗവാനെ സ്നേഹിക്കുക. ചിലവർ എൻ്റെ കൂട്ടുകാരൻ്റെ രൂപത്തിലായിരിക്കും ശ്രീകൃഷ്ണ ഭഗവാനെ സ്നേഹിക്കുക. ചിലപ്പോൾ സഹോദരനോ അങ്ങനത്തെ രൂപത്തിലൊക്കെയാണ് ഭഗവാനെ സ്നേഹിക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു സഖ്യഭാവം അല്ലെങ്കിൽ മാതൃഭാവം പിതൃഭാവം ഉള്ളവരൊക്കെ ആ ഗോലോകധാമത്തിൽ ഓരോ സ്റ്റേജിൽ അവർക്ക് ഓരോ
അധികാരം, ഭഗവാനോടുള്ള അധികാരത്തിൻ്റെ മേലിലായിരിക്കും അത് നിൽക്കുക. അപ്പോൾ എന്താണ്, ഗോലോകധാമത്തിൽ, ഈ വൃന്ദാവനത്തിൽ, അതുപോലെ ബ്രജഭൂമിയിൽ ഭഗവാനോട് ആ രീതി സഖ്യഭാവത്തോട് കൂടിയിട്ടുള്ള ആൾക്കാരാണ്, ഭക്തന്മാരാണ് അവിടെ ഭഗവാന്റെ ഒപ്പം ആ പരമാനന്ദത്തിൽ, അവൻ്റെ ആ ഭാവത്തിലുള്ള ആനന്ദത്തിൽ ഭഗവാന്റെ ഒപ്പം ലയിച്ച് നടക്കുക. രണ്ടാമത്തേതാണ് വൃന്ദാവനം. വൃന്ദാവനത്തിൽ സഖാക്കളും എന്താണ് സഖിമാരും ഗോപികമാരും രാധാറാണിയും ശ്രീകൃഷ്ണ ഭഗവാനും കൂടി ഒരുമിച്ചിട്ട് ലീലകളാടില്ലേ, ആ ഒരു ഭാഗത്തിലാണ് ആ ഒരു ഭക്തന് പ്രവേശനം കിട്ടുക. അങ്ങനെ ഭഗവാനെ സ്നേഹിക്കണവർക്ക്. മൂന്നാമത്തേത് ആണ് ഈ കുഞ്ചം. കുഞ്ചം പറഞ്ഞു പറഞ്ഞാൽ അവിടെ ഈ സഖ്യഭാവത്തോട് കൂടിയിട്ടുള്ളത് ഭഗവാന്റെ ഒപ്പം. ചില കുഞ്ചങ്ങളിൽ രാധാറാണിയും രാധാറാണിൻ്റെ സഖിമാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ, അവിടെ ശ്രീകൃഷ്ണ ഭഗവാനും കൂടി പ്രവേശനമില്ല. അങ്ങനെ ഒരു പ്രൈവറ്റ് പോർഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് പറഞ്ഞാൽ പിന്നെ ഒരു കുഞ്ചത്തിൽ എങ്ങനെയാണ് കുറച്ചും കൂടി ഹയർ ലെവലിൽ എങ്ങനെയാണ് വെച്ച് പറഞ്ഞാൽ അവിടെ രാധാറാണിയും സഖിമാർക്കും ശ്രീകൃഷ്ണ ഭഗവാനും ശ്രീകൃഷ്ണൻ്റെ ഏതെങ്കിലും പ്രിയപ്പെട്ട സഖാക്കൾക്ക് മാത്രമേ ആ കുഞ്ചത്തിൽ പ്രവേശനമുള്ളൂ. പിന്നെ ചില പിന്നെ നികുഞ്ച് പറയും, അവിടെ അഷ്ടസഖികളും രാധാറാണിയും ശ്രീകൃഷ്ണ ഭഗവാനും മാത്രം, അവിടെ വേറെ ആർക്കും പ്രവേശനമില്ല, ഇവർക്ക് മാത്രം. അവിടെ ശ്രീകൃഷ്ണ ഭഗവാനെ, ശ്രീ രാധാറാണീനെ ശ്രീകൃഷ്ണ ഭഗവാൻ സ്നേഹിക്കുക, മുടി കെട്ടി കൊടുക്കുക, എന്താണ് രാധാറാണിക്ക് കണ്ണെഴുതി കൊടുക്കുക, മുടി ചീവി കൊടുക്കുക, അങ്ങനത്തെ ഒരു രംഗങ്ങൾ, അങ്ങനത്തെ ഒരു ലീലകളുടെ സ്ഥലമാണ്. അപ്പോൾ ഭഗവാന് വേണ്ട എല്ലാ കാര്യങ്ങളും രാധാറാണിയും ശ്രീകൃഷ്ണ ഭഗവാന്റെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് അവർക്ക് സേവകന്മാരായിട്ട് ഈ സഖിമാർ, അഷ്ടസഖിമാർ വന്ന രാധാറാണിൻ്റെ തന്നെ അന്തരംഗ ശക്തിയാണ് ഈ സഖിമാർ. അപ്പോൾ ഇവർ മാത്രമേ അവിടെ പ്രവേശിക്കൂ, വേറെ ഭക്തന്മാർക്ക് അവിടെ പ്രവേശനമില്ല. പിന്നെ ഈ നികുഞ്ചത്തിൽ അഷ്ടസഖിമാരുടെയും ദാസികളായ ആൾക്കാർക്കും അതുപോലെ അവൻ്റെ ദാസിയാവാൻ ഭാഗ്യമുള്ള ഭക്തന്മാർക്കും ജീവാത്മാവിനും അവിടെ പ്രവേശനം കിട്ടും ഈ നികുഞ്ചത്തിൽ. പിന്നെ നിവൃത്ത് നികുഞ്ച് പറഞ്ഞിട്ടുള്ള സ്ഥലം. അങ്ങനെ നികുഞ്ചത്തിൽ പല സ്റ്റേജസ് ഉണ്ട്. അതിൽ ഏറ്റവും ടോപ്പിലാണ് നിവൃത്ത് നികുഞ്ച്. അവിടെ ശ്രീകൃഷ്ണ ഭഗവാനും രാധാറാണിയും മാത്രമാണുള്ളത്, അവിടെ വേറെ ആർക്കും പ്രവേശനമില്ല. അവരവിടെ ഒന്നായി മാറുകയാണ്. അവരുടെ ലീലകൾ, അവർ മാത്രമായിട്ട് നടക്കുന്ന ലീലകളാണ് ആ നിവൃത്ത് നികുഞ്ചത്തിൽ ഉള്ളത്. അവിടെ ഈ അഷ്ടസഖിമാർക്കും കൂടി പ്രവേശനമില്ല. അവിടെ എങ്ങനെ വെച്ച് പറഞ്ഞാൽ രാധാറാണിയും ശ്രീകൃഷ്ണ ഭഗവാനും ഒന്നായി മാറുകയാണ്. അത് പറഞ്ഞാൽ അവരിൽ തന്നെ ലയിച്ചു പോകുമ്പോൾ ഈ സഖിമാർ ഇവരൊക്കെ ഭഗവാന്റെ ശക്തികളാണ്, അതൊക്കെ അതിൽ ലയിച്ച് ഒന്നായി മാറുകയാണ്. അതാണ് ഈ നിവൃത്ത് നികുഞ്ചത്തിൻ്റെ രഹസ്യം. അപ്പോൾ ആ ഗോലോകധാമത്തിൽ തന്നെ നമ്മൾ ആനന്ദം എല്ലാവരുടെയും സെയിം തന്നെയാണ്, ഒരേപോലെ തന്നെയാണ്. പക്ഷേ ഓരോ ആൾക്കാരുടെ ക്ലാസ് അവർ ഭഗവാനോട് സ്നേഹിക്കുന്നത്. അല്ലെങ്കിൽ രാധാറാണിക്കാണ് പിന്നെ പ്രയോറിറ്റി കൂടിക്കൊണ്ട് പോകണത്. ഏറ്റവും ടോപ്പിൽ ആ രാധാറാണിക്കാണ് ഏറ്റവും ടോപ്പിൽ ഗോലോകത്തിൽ പ്രയോറിറ്റി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഭഗവാനോടുള്ള ഭാവം, സ്നേഹത്തിൻ്റെ ഭാവം അനുസരിച്ചിട്ടാണ് നമുക്ക് ആ ഓരോ ഇതിപ്പോൾ അച്ഛനമ്മയുടെ ഭാവത്തിലാണ് ഞങ്ങൾ ഭഗവാനെ സ്നേഹിക്കണം, അല്ലെങ്കിൽ മകൻ്റെ രൂപത്തിലാണ് സ്നേഹിക്കണമെന്ന് വെച്ചാൽ ആ ലെവലിലുള്ള സ്റ്റേജിലുള്ള നമുക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഗോലോകത്തിൽ കിട്ടുക. വെറും സഖ്യഭാവത്തിലാണെങ്കിൽ അത്. അപ്പം ഏതേത് ക്വാളിറ്റിയാണോ നമ്മൾ, ഏത് ഭാവത്തിലാണോ നമ്മൾ ഭഗവാനെ സ്നേഹിക്കണത് ആ ലോകമാണ് കിട്ടുക. ഇവിടെ ഭഗവാനെ സ്നേഹിക്കുന്നതാണ് ഭക്തി. അപ്പോൾ അതാണ് ഇവിടെ ഗോലോകത്തിൽ കുഞ്ച്, നികുഞ്ച്, നിത്യ നികുഞ്ച്, നിവൃത്ത് നികുഞ്ച്, അങ്ങനെ കുറേ കുഞ്ചങ്ങളുണ്ട് ഗോലോകധാമത്തിൽ തന്നെ. അത് തന്നെ ഓരോ അപ്പർ ലെവൽ അത് പറഞ്ഞാൽ മാധുര്യ ഇത് കൂടിക്കൊണ്ട് പോവാണ്. ഒരു സ്റ്റേജ് എത്തുമ്പോൾ അവിടെ ഭഗവാനും ഭഗവതിക്കും മാത്രമേ ഇതുള്ളൂ, വേറെ ആർക്കും അവിടെ പ്രവേശനം. അവൻ്റെ നിത്യവിഹാരം, അവൻ്റെ സ്വകാര്യമായ സ്ഥലമാണ്. അവർ തന്നെ, ഈ രാധയും കൃഷ്ണനും ഒന്ന് തന്നെയാണ്. പക്ഷേ അത് ലീലയുടെ ഭഗവാന്റെ ഒരു എന്താ പറയുക ലീലയായിട്ടാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഏത് രൂപത്തിലാണോ നമ്മൾ ഭഗവാനെ സ്നേഹിക്കുന്നത് ആ രൂപത്തിൽ, അല്ലെങ്കിൽ ആ ഒരു അത്തരത്തിലുള്ള ഒരു
അറ്റ്മോസ്ഫിയറാണ് നമുക്ക് ഭഗവാന്റെ ലോകത്തിൽ തരിക. അപ്പം നമ്മളെന്താണ് ഈ ഭഗവാന്റെ ഭക്തന്മാർ അല്ലെങ്കിൽ ഭക്തിയിൽ നിൽക്കണവർക്ക് അവർക്ക് മോക്ഷവും വേണ്ട മുക്തിയും വേണ്ട, അവർക്ക് ഭഗവാനെയാണ് വേണ്ടത്. ഭഗവാന്റെ ആനന്ദത്തിൽ ലയിക്കുക, അതുതന്നെ ഭഗവാനെ കണ്ട് ഭഗവാനെ സേവിച്ച് ഭഗവാന്റെ സന്തോഷത്തിൽ സന്തോഷം കാണുക. അതാണ് ഗോലോകധാമത്തിലെ ഭക്തന്മാരുടെ അല്ലെങ്കിൽ ആ പരമമഹാപുരുഷന്മാരായ അവിടെ എത്തുന്ന ആത്മാക്കളുടെ ആഗ്രഹം. അപ്പോൾ ഭക്തിയിലൂടെ ഭഗവാൻ ഏത് തരത്തിലാണ് നമ്മൾ സ്നേഹിക്കുന്നത് ആ തരത്തിലുള്ള ലോകമാണ് നമുക്ക് കിട്ടുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഗോലോകത്തിൻ്റെ ഓരോ സ്റ്റേജസ്, ഓരോ ഭാഗങ്ങളിൽ. ഞാൻ ഇതിൻ്റെ മുന്നേ മാധുര്യ ഭക്തി, സഖ്യ ഭാവം, അങ്ങനത്തെ ഓരോന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പോർഷനായിട്ടാണ് ഇത് വരിക. ആ ഭാവത്തിലൂടെയുള്ള ആൾക്കാർ, ഭക്തന്മാർ അല്ലെങ്കിൽ ആ ജീവാത്മാവ് ഏത് ലെവലിലാണ് എത്തുക, അതൊക്കെ ഭഗവാൻ രാധാരാണിൻ്റെ കൃപ കിട്ടിയാലേ ആ കുഞ്ചങ്ങളിലും ഭഗവാനും ഭഗവതിയും വിരഹിക്കുന്ന സഖിമാരോടൊപ്പം അതുപോലെ സഖിമാരോടൊപ്പം കൂട്ടുകൂടിയിട്ടും കളിച്ച് നടക്കണ ആ കുഞ്ചങ്ങളിലൊക്കെ പ്രവേശനം കിട്ടാൻ രാധാരാണിൻ്റെ കൃപ വേണം, എന്നാലേ കിട്ടുള്ളൂ എന്നാണ് പറയുക. രാധാരാണി പറഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ. ശ്രീകൃഷ്ണ ഭഗവാന്റെ ആത്മാവാണ് രാധാരാണി. ഭഗവാനിൽ തന്നെ രമിച്ച് നടക്കണമെന്നാണ് പറയുന്നത്. ആ രമിച്ച് നടക്കുന്നത് ഭഗവാനിൽ തന്നെ പറഞ്ഞാൽ ആ രാധാരാണിയുടെ ആ ആഹ്ലാദിനി ശക്തിയുടെ പിന്നിലാണ് ഭഗവാൻ നടക്കണത്. അപ്പോൾ രാധേന്ന് വിളിച്ചാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഓടിയെത്തും എന്നാണ് പറയുക. അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ, രാധേ രാധേ.